കാനാൻദേശം സീസൺ 2 എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് ഉദ്ഘോഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നതിനായി ഏറ്റവും ഉത്തമമായ മാർഗം ബൈബിളാണ്. കാരണം ബൈബിളിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നതിനായി നിങ്ങളോടൊപ്പം പങ്കുചേരുന്ന കാനാൻദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അതിനു മുൻപ് വെൽക്കം ചെയ്യുന്നു അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വചനങ്ങളുടെ നിറവറിഞ്ഞ്, വചനങ്ങളുടെ ഫലമണിഞ്ഞ്, വചനങ്ങളുടെ ചിറകിലേറി കാനാൻദേശം സീസൺ 2 അതിന്റെ യാത്ര തുടരുകയാണ്. വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ് വിൽസി വർഗീസ് ഫ്രം ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നിന്ന് വന്നിരിക്കുന്ന മിസ് വിൽസി വർഗീസ് ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒരു MSc സുവോളജി സ്റ്റുഡന്റ് ആണ്. വിൽസിയുടെ വിശേഷങ്ങൾ അറിയാം, വിൽസിയുടെ ദൈവാനുഭവങ്ങൾ കേൾക്കാം, ഒപ്പം മത്സരത്തിലേക്കും കടക്കാം. വിൽസി, വെൽക്കം ടു കാനാൻദേശം സീസൺ 2. ഇരിങ്ങാലക്കുട പ്രോപ്പർ ആണോ? ഗാന്ധിഗ്രാം എന്ന് പറയും. ഗാന്ധിഗ്രാം. ഓക്കെ. ഇപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട. സെന്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട. ഓക്കെ. അവിടെ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടോ? വിൽസിയുടെ ഈ പ്രോഗ്രാമിന് അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടോ? തീർച്ചയായും. അവരെല്ലാം കാണുന്നുണ്ടോ പ്രോഗ്രാം? കാണുന്നുണ്ട്. അപ്പോൾ റെഡിയല്ലേ? റെഡിയാണ്. നമ്മുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാം. കാനാൻദേശം സീസൺ 2 വിൽ ദ ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. വിൽസി, സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. 4 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. 4 ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. ആദ്യത്തെ 2 ചോദ്യങ്ങൾ അടുത്ത് ആൻസർ തെറ്റിയാൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ 10 പോയിന്റ്സ് ബോണസ് ഉണ്ടാവും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാവുന്ന റൗണ്ടാണിത്, സിൽവർ റൗണ്ട്. പോകട്ടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. റെഡി? കോൺഫിഡന്റ്? കാനാൻദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള ആദ്യത്തെ ചോദ്യം. മോശയുടെ പ്രവാചകനായി ദൈവം നിയോഗിച്ചത് ആരെയാണ്? മോശയുടെ പ്രവാചകനായി ദൈവം നിയോഗിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അഹറോൻ, ഓപ്ഷൻ ബി അമ്രാം, ഓപ്ഷൻ സി യോശുവ ആൻഡ് ഓപ്ഷൻ ഡി ജോഷുവ. ആരെയാണ് മോശയുടെ പ്രവാചകനായി ദൈവം നിയോഗിച്ചത്? ഓപ്ഷൻ എ അഹറോൻ. ഓപ്ഷൻ എ അഹറോൻ. ഉറപ്പാണ്? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ അഹറോൻ. ഏത് ഭാഗം ആണെന്നൊക്കെ അറിയാമോ, അതോ ആൻസർ മാത്രം? റൈറ്റ്. പുറപ്പാടിന്റെ പുസ്തകത്തില് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. ആൻസർ ശരിയാണോ എന്ന് അറിയണ്ടേ നമുക്ക്? ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ അഹറോൻ. റൈറ്റ് ആൻസർ. പുറപ്പാട് 7:1. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മോശയെ കർത്താവ് ചുമതലപ്പെടുത്തുന്നു. കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഫറവയോട് പറയണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. എന്നാൽ മോശ എന്ത് പറയുന്നു? എനിക്ക് വിക്കുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിന് പകരം മോശയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഹറോനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ ഭാഗം. അപ്പോൾ സിൽവർ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. പോയിന്റ് അറിയണ്ടേ? പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻദേശം സീസൺ 2 എപ്പിസോഡിലെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യന് വിൽസി വർഗീസ് പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് ആണ്. സോ വിൽസി വർഗീസിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്.
സിൽവർ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിൽസിയുടെ വിശേഷങ്ങൾ, കോളേജിലെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് വരാം. പറയൂ, ആരൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്? എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? നല്ല കോളേജാണ്. ഞാൻ ഡിഗ്രി ചെയ്ത അതേ കോളേജിൽ തന്നെയാണ് ഇപ്പൊ MSc ചെയ്യുന്നത്. ഓക്കെ. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസ് കോളേജിലാണ് ചെയ്യുന്നത്. അപ്പം ഡിഗ്രി ചെയ്ത അതേ കോളേജിൽ തന്നെയാണ് ഇപ്പൊ PG ചെയ്യുന്നത്. അതെ. സ്വാഭാവികമായിട്ടും കോളേജിൽ റാഗിംഗ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഗേൾസ് ഓൺലി കോളേജാണ്. ഗേൾസ് ഓൺലി കോളേജിൽ റാഗിംഗ് ഇല്ല. ഇല്ല. ഒത്തിരിയധികം കഥകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഗേൾസ് ഓൺലി കോളേജുകളിൽ റാഗിംഗ് ഉള്ളത്. ഇല്ല, അത് ഒത്തിരി നല്ല പറയാൻ കോളേജാണ്. ബുദ്ധിമുട്ടായോണ്ടാണോ? അല്ലല്ല, ഒത്തിരി നല്ല കോളേജാണ്. സീനിയേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ സീനിയർ ആണല്ലോ അവിടെ? അല്ല, ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആണ്. എങ്കിലും ഡിഗ്രി അവരുടെ സീനിയർ ആണല്ലോ. ചേച്ചിയല്ലേ? ഇല്ല, ചേച്ചി എന്നല്ലേ അവർ വിളിക്കുക? അതെ. ഓക്കെ. അപ്പം ചേച്ചി എങ്ങനെയാണ് ജൂനിയർ സ്റ്റുഡൻസുമായിട്ട് വളരെ നല്ല അടുപ്പത്തിലാണോ? അതെ, നല്ല അടുപ്പത്തിലാണ്. അതോ ചേച്ചി ഞാൻ PG കാരി എന്നുള്ള ജാടയിലാണോ? ഇല്ല, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതെ. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഡിഗ്രി ചെയ്ത അതേ കോളേജിൽ തന്നെ PG ചെയ്യാൻ കാരണം എനിക്ക് ആ കോളേജ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ്. എനിക്ക് എന്റെ കോളേജിൽ ഏറ്റവും ഇഷ്ടം എന്റെ മിസ്സുമാരെയാണ്. ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള മിസ്സുമാരാണ്. ഒത്തിരി കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഒത്തിരി അധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മിസ്സുമാരാണ് ഞങ്ങളുടെ കോളേജിലെ മിസ്സുമാര്. പ്രത്യേകിച്ച് എന്റെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ മിസ്സുമാരെ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. ഒത്തിരി നല്ല, ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അമ്മയെ പോലെ ചേച്ചിയെ പോലെയൊക്കെ പെരുമാറുന്ന ടീച്ചേഴ്സാണ്. ഓക്കെ. അപ്പം വിൽസി ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് മിസ്സുമാർക്ക് അറിയാം. അവരുടെ സ്നേഹാശിസുകളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അവരുടെ എല്ലാ അനുഗ്രഹത്തോടെ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള രണ്ടാമത്തെ ചോദ്യം. ബലിയല്ല, പകരം എന്താണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്. ബലിയല്ല, പകരം എന്താണ് താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് യേശു പറഞ്ഞത്. ഓപ്ഷൻ A വിശ്വാസം, ഓപ്ഷൻ B സ്നേഹം, ഓപ്ഷൻ C എളിമ ആൻഡ് ഓപ്ഷൻ D കരുണ. ബലിയല്ല എനിക്ക് വേണ്ടത്, പകരം എന്താണ് വേണ്ടത്? ഓപ്ഷൻ D കരുണ. ഓപ്ഷൻ D കരുണ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. അതിനൊരു ഉറപ്പില്ലല്ലോ ചോദ്യം ആൻസറിൽ. ഉറപ്പാണ്. ഓപ്ഷൻ D ഉറപ്പാണ്. ഓപ്ഷൻ D ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ D കരുണ. കാരണം നമ്മൾ ചില പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ പഴയ സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാക്ക് വെച്ചിട്ട്. എനിഹോ, റൈറ്റ് ആൻസർ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. D കരുണ റൈറ്റ് ആൻസർ. കരുണയുടെ വർഷമാണ് ഇതല്ലേ? അപ്പൊ കരുണയാണ് ഏറ്റവും, കരുണയുള്ളിടത്ത് ഈശോ ഉണ്ട് അല്ലേ? സഹജീവിയെ കാണുമ്പോൾ കരുണ തോന്നുന്നിടത്ത് ഈശോ ഉണ്ട്. അവിടെ തന്നെ ഒരു ബലിയർപ്പണമാണ് നടക്കുന്നത് അല്ലേ? അതെ, ആ ഒരു സഹജീവിയെ നമ്മൾ സഹായിക്കുമ്പോൾ, അവനോട് കരുണ തോന്നിയുകൊണ്ട് മാത്രം കാര്യമില്ല, അവനെ സഹായിക്കുമ്പോൾ അല്ലേ? അതായിരിക്കാം. അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? ഒരു MSc സ്റ്റുഡന്റിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. പറയൂ, ഓപ്പൺ ആയിട്ട് പറയൂ, എന്താണ് തോന്നുന്നത്? കരുണ, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഈ കാനാൻ ദേശം സീസൺ 2 എന്ന പ്രോഗ്രാമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ ദൈവം എന്നോട് കാണിച്ച വലിയൊരു കരുണയാണ്. ദൈവം കാണിച്ച വലിയ കരുണയാണ്. ഈ സീറ്റ് ഇടിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നണില്ല. ഈ പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയത് തന്നെ ദൈവത്തിന്റെ വലിയൊരു കരുണയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ സീറ്റിൽ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ എത്തി. സിൽവർ റൗണ്ടിൽ ആദ്യ 2 ചോദ്യങ്ങൾ പൂർത്തിയാവുമ്പോൾ വിൽസിയുടെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് വിൽസി വർഗീസ് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള മൂന്നാമത്തെ ചോദ്യം. പ്രധാന പുരോഹിതനും സംഘവും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആലോചിച്ചപ്പോൾ അതിന് തടസ്സം നിന്ന ഫരിസേയൻ ആര്? പ്രധാന പുരോഹിതനും സംഘവും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആലോചിച്ചപ്പോൾ അതിന് തടസ്സം നിന്ന ഫരിസേയൻ ആര്? A ബർണബാസ്, ഓപ്ഷൻ B ഗമാലിയേൽ, ഓപ്ഷൻ C സ്റ്റെഫാനോസ് ആൻഡ് ഓപ്ഷൻ D നിക്കോളാവോസ്. ആരാണ്? ഓപ്ഷൻ B ഗമാലിയേൽ. ഓപ്ഷൻ B ഗമാലിയേൽ.
ലോക്ക് ചെയ്യട്ടെ? ചെറിയൊരു സംശയമുണ്ട്. എങ്കിലും അതിൽ തന്നെ നിൽക്കുന്നു. ചോദിക്കാം. ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ഗമാലിയൽ. വേറെ ഏതാണ് മനസ്സിൽ? വേറെ ഏതെങ്കിലും ആൻസർ ഒന്ന് ഗസ് ചെയ്യാമോ? ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഏതിലേക്കാണ്? ഇത് ലോക്ക് ചെയ്തു. പറയാം, ഒരു ഗസ് ചെയ്യാം. ബർണാബാസ്. എനിഹോ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഗമാലിയൽ ഈസ് ദ റൈറ്റ് ആൻസർ. ബർണബാസ് അല്ല. വീണ്ടും സന്തോഷം മുഖത്ത്. ഏത് ഭാഗമാണിത്? ഗമാലിയൽ പറയാൻ പറ്റുമോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:34 മുതൽ 39 വരെ ഭാഗമാണിത്. യേശുവിന്റെ വചനം പ്രസംഗിച്ചതിന് അപ്പസ്തോലന്മാരെ വധിക്കാൻ വേണ്ടി ജനപ്രമാണിമാരും നേതാക്കളും പദ്ധതിയിടുന്നു. അപ്പോൾ ഫരിസേയരിൽ ഒരാളായ ഗമാലിയലാണ് പറയുന്നത് അവര് ദൈവത്തിന്റെ ആൾക്കാരാണ് അല്ലേ? അറിയാമോ? ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അവര് വിജയിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളവരല്ലാന്നുണ്ടെങ്കിൽ പരാജയപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗമാലിയൽ ഒരു പ്രധാന ഫരിസേയനായിരുന്നു. അങ്ങനെ ഗമാലിയലിന്റെ വാക്കുകൾ കേട്ട് മേലിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കരുതെന്ന് വാണിംഗ് കൊടുത്താണ് അവരെ അവിടെ നിന്നും വിടുന്നത്, ആ ഭാഗത്തില് അല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം കഴിയുമ്പോൾ പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗൈൻ സിൽവർ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് വിൽസി വർഗീസ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ വിൽസി വർഗീസ് യു ആർ ഗെറ്റിംഗ് 10 points. വിൽസി കുറച്ചു മുമ്പ് വിൽസിയോട് ദൈവം കരുണ കാണിച്ച കാര്യം വിൽസി പറഞ്ഞു. അതാണ് ഈ ഗോൾഡൻ സീറ്റിൽ വിൽസി ഇരിക്കുന്നത്. ദൈവം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ വിൽസി, ചാരിറ്റിയെ പറ്റി നിങ്ങളുടെ കോളേജിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? ഞങ്ങളുടെ കോളേജിലത്തെ കാര്യം പറയുകയാണെങ്കിൽ NSS ഉണ്ട്. NSSൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റർ റോസ് ആൻഡോ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. സിസ്റ്റർ ഒത്തിരി NSSന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധികം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിനെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് ഭിക്ഷാടനത്തിനായിട്ട് ഒരു അമ്മൂമ്മ വരാറുണ്ട്. ആ അമ്മൂമ്മ വന്നിട്ട് ഞങ്ങള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് ആ അമ്മൂമ്മ വീടൊക്കെ മിറ്റത്ത് അടിച്ചു കോരിട്ടാണ് പോവാ. അടിച്ചു കോരണ്ടെന്ന് പറഞ്ഞാലും ആ അമ്മൂമ്മ അടിച്ചു കോരിട്ടാണ് പോവാ. പിന്നെ ആ അമ്മൂമ്മ ഭിക്ഷാടനത്തിനിരിക്കുന്ന അമ്മൂമ്മയാണ്. വഴിയിൽ വെച്ചൊക്കെ എന്നെ കണ്ടാല് ചിരിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ തമിഴ്നാട്ടിൽ വീട്ടിൽ പോയി വന്നപ്പോ എനിക്കൊരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തതാണ്, അത് ഞാൻ മോൾക്ക് കൊണ്ടുവന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി കപ്പലണ്ടിയുടെ ഒരു പാക്കറ്റ് എനിക്ക് തന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അമ്മമ്മ ഓർത്തിരുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോ വിൽസി ഓർത്തിരിക്കണമെങ്കിൽ ആ അമ്മമ്മയുടെ മനസ്സിൽ വിൽസിയുടെ രൂപം അല്ലേ പതിഞ്ഞിട്ടുണ്ട്. അതിലും ആ അമ്മമ്മയുടെ വേറൊരു ക്വാളിറ്റി, ജോലി ചെയ്യുന്നു അല്ലേ? അവിടെ വന്നിട്ട് വേണമെങ്കിൽ ഭിക്ഷാടനം നടന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകാം, പകരം അവിടെ നിങ്ങൾക്ക് മിറ്റം അടിച്ചു തരുന്നു. ഇപ്പോഴും അവരുടെ മനസ്സിൽ തമിഴ് ആൾക്കാരുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അവർ ജോലി ചെയ്യുന്നതിൽ വളരെയധികം അവർക്ക് ഒരു ജോലി ചെയ്യുന്നതിൽ ഒരു സങ്കോചവുമില്ല അവർക്ക്. അത് അവരൊരു അഭിമാനമായിട്ട് എടുക്കുന്ന ഒരു ജനതയാണ് തമിഴ് ജനത. അപ്പം കരുണയുടെ കരങ്ങൾ വിൽസിയുടെ അടുത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള 4ാമത്തെ ചോദ്യം. സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്ന നദി ഏതെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്? സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്ന നദി ഏതെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ ഹിഷോൺ, ഓപ്ഷൻ ബി ഹിഗോൺ, ഓപ്ഷൻ സി ടൈഗ്രീസ് ആൻഡ് ഓപ്ഷൻ ഡി യൂഫ്രട്ടീസ്. ഏത് നദിയാണ് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നത്? ഓപ്ഷൻ എ ഹിഷോൺ. ഓപ്ഷൻ എ ഹിഷോൺ. ഹിഗോൺ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ് ഒന്നുമല്ല. എ ഹിഷോൺ. ലോക്ക് ചെയ്യട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ഹിഷോൺ. ഉൽപ്പത്തി കാര്യമായി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ പുസ്തകം അല്ലേ? പഠിച്ചിട്ടുണ്ടായിരുന്നു. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഹിഷോൺ ദ റൈറ്റ് ആൻസർ. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ ചോദിക്കാം.
പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യന് വിൽസി വർഗീസ് പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് വിൽസി വർഗീസിന് 10 പോയിന്റ്സ്. സിൽവർ റൗണ്ടിലെ 4 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയതുകൊണ്ട് അഡീഷണൽ 10 പോയിന്റ്സ് ബോണസ് പോയിന്റായി ലഭിക്കുന്നു. സോ സിൽവർ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള ടോട്ടൽ സ്കോർ 50 പോയിന്റ്സ്. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കനാൻഡീസും സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ ഫീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ചോദ്യം ഒരിക്കൽ കൂടി. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ sanandesham@gmail.com. സിൽവർ റൗണ്ടിൽ മാക്സിമം സ്കോർ ചെയ്തിരിക്കുകയാണ്. ഫിൽസിയുടെ കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും. ഫിൽസിയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അവരിലേക്കൊന്ന് പോകാം. ഒന്ന് പരിചയപ്പെടുത്തു. ഫിൽസിയുടെ പപ്പ. ഫിൽസിയുടെ പപ്പ പേരെന്താണ്? എന്റെ പേര് വർഗീസ്. വർഗീസ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുകയാണ്. ഓക്കെ. എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായിട്ട്. അതിനു മുമ്പ് എന്തായിരുന്നു? ഗൾഫിലായിരുന്നു. ഒരു 28 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെ? ഗൾഫിൽ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ. അവിടുത്തെ അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. പ്രവാസി കാലഘട്ടം, നാടും വീടും വിട്ട് മക്കൾക്ക് വേണ്ടി എത്ര വർഷം? 28 വർഷം. 28 വർഷം ഗൾഫിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യന് അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ജീവിതം? മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? മക്കളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? പറയാറുണ്ട്. ഞാൻ ഈയിടെ അടുത്ത് ഒരു സിനിമ കാണുകയുണ്ടായി, പത്തേമാരി. അതിലിങ്ങനെ പ്രവാസി ജീവിതം പറയുന്ന ഒരു വളരെ നല്ല കഥയാണ്. അതിൽ ഈ പ്രവാസികളുടെ നമ്മൾ അറിയാതെ പോകുന്ന ഒത്തിരിയധികം ദുഃഖങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കാണാറുണ്ട്. ഒന്നും മക്കളോട് ഷെയർ ചെയ്തിട്ടില്ലേ? അതോ അവരെ അതൊന്നും അറിയിക്കാതെ? അതോ അവിടെ വളരെ സുഖകരമായ ജീവിതമായിരുന്നു? സുഖകരമല്ല, ബുദ്ധിമുട്ട് തന്നെ. വീട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ടാതെ നിവൃത്തിയില്ലല്ലോ. ഇല്ല, ബുദ്ധിമുട്ടാതെ നിവൃത്തിയില്ല. അത് സന്തോഷത്തോടെ ചെയ്തു. ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോ വളരെ സന്തോഷം തോന്നുന്നു. മക്കളുടെ കൂടെ ഇപ്പോൾ നാട്ടിൽ സ്വസ്ഥമായി അല്ലേ? അതെ. ഒത്തിരിയധികം പപ്പായെ മിസ് ചെയ്തിട്ടുണ്ടോ? ഏത് പ്രായത്തിലായിരുന്നു? ഓർമ്മയുണ്ടോ അത്? ഞാൻ ചെറുപ്പത്തിൽ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷമാണ് പപ്പ നാട്ടിലേക്ക് തിരിച്ചു. 2 വർഷം കൂടുമ്പോ പപ്പ നാട്ടിലേക്ക് തിരിച്ചു വരാറുണ്ട്. 2 മാസം വെക്കേഷന് നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പിന്നെ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്ന് തുടങ്ങി. 8ാം ക്ലാസ് വരെ, അതുവരെയുള്ള കാലഘട്ടത്തിലാണ് പപ്പ പുറത്തുണ്ട്. 2 വർഷം കൂടുമ്പോഴാണ് വരാറ്. പപ്പ വരുന്ന ഒരു കാത്തിരിപ്പ് വളരെ സന്തോഷമായിരിക്കും. പപ്പായെ യാത്ര അയക്കുമ്പോൾ ഒത്തിരി ദുഃഖം ഉണ്ടാകും. ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് പുറത്തേക്ക് പോരുമ്പോൾ, നമ്മുടെ കുട്ടികളെ വിട്ടിട്ട് വരുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് വിഷമമാണ്, ഭാര്യ എല്ലാവരും ഉപേക്ഷിച്ച് പോരുമ്പോൾ. അപ്പം വീണ്ടും 2 വർഷം ത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം ആ പ്രായത്തിൽ അല്ലേ? അതൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട് വർഗീസ് ചേട്ടൻ. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. വിൽസി, ഗോൾഡൻ റൗണ്ട് പ്രീവിയസ് റൗണ്ട് പോലെ 4 ചോദ്യങ്ങൾ. ഓപ്ഷൻസ് ഉണ്ടാവില്ല. പകരം മുമ്പിലിരിക്കുന്ന ബൈബിൾ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ലഭിക്കുകയുള്ളൂ. ഇവിടെയും 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് 10 പോയിന്റ്സ് ബോണസ്, ടോട്ടൽ 50 പോയിന്റ്സ്. റെഡിയല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള ആദ്യത്തെ ചോദ്യം. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ബലിയർപ്പണ സമയത്ത് അഗ്നി ഇറങ്ങി വന്ന് വിഴുങ്ങിയത് ആരെയൊക്കെ? ശ്രദ്ധിക്കാം. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ബലിയർപ്പണ സമയത്ത് അഗ്നി ഇറങ്ങി വന്ന് വിഴുങ്ങിയത്
ആരെയൊക്കെ? ആലോചിക്കാൻ സമയമുണ്ട്. അഹ്റോന്റെ പുത്രന്മാരായ നദാബിനെയും അബീഹുവിനെയും. അഹ്റോന്റെ പുത്രന്മാർ നദാബും അബീഹു. അബീഹു. ഉറപ്പാണോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. നദാബ്, അബീഹു, റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ വിൽസിയുടെ സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. For the first question in the golden round, Vilsi Verghese, you are getting 10 points. സോ വിൽസി, ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വിൽസിയുടെ പപ്പായ കഴിഞ്ഞു. നമുക്ക് അടുത്ത അമ്മയിലേക്ക് വരാം. ഒന്ന് പരിചയപ്പെടുത്തു. ഞാൻ വിൽസിയുടെ അമ്മയാണ്. പേര് എൽസി. പിന്നെ ജോലി ഉണ്ട്, ടൈലറിങ് ചെയ്യണ്. വീട്ടിൽ തന്നെ റൂം പണിത് ജോലി ചെയ്യണ്. വർക്കൊക്കെ ധാരാളം ഉണ്ട്. ജോലിക്കാരും ഉണ്ട് കൂടെ. ഒരു യൂണിറ്റ് ആയിട്ട് നടത്തുവാണ് അല്ലെ? 2-3 പേര് കൂടിയുള്ളു. അങ്ങനെ ജോലി ചെയ്യണ്. നേരത്തെ മുതൽ കടയായിരുന്നോ? തയ്യൽ കടയായിരുന്നോ? അല്ല, ഇപ്പൊ ഒരു 10-12 വർഷം ആയിട്ട് തുടങ്ങിയതാണ്. പുതിയ വീട് വെച്ച് താമസിച്ച് കഴിഞ്ഞപ്പോ ചെയ്തു തുടങ്ങിയതാ. കുറച്ചു മുമ്പ് ഞാൻ പപ്പായുടെ കാര്യം പറഞ്ഞപ്പോൾ, വിദേശത്ത് കഷ്ടപ്പാട് അനുഭവിച്ച കഥകൾ പറഞ്ഞപ്പോൾ ഈ മുഖം അല്പം വാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഹസ്ബൻഡ് പുറം നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അതേ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അമ്മയ്ക്ക് വീട്ടിലുള്ളത്. അത് ഞാൻ മറന്നുകൊണ്ടല്ല, ഇങ്ങോട്ട് വരുമ്പം ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. ആ സമയം ഒത്തിരിയധികം. എത്ര മക്കളുണ്ട്? വിൽസി ഒരാളേ ഉള്ളൂ. വിൽസി ഒരാളേ ഉള്ളൂ. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? വളരെയധികം സങ്കടം ഉണ്ടായിരുന്നോ? അതോ കഷ്ടപ്പാടുണ്ടായിരുന്നോ? കഷ്ടപ്പാട് എന്ന് വെച്ചാ സാമ്പത്തികമായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ കൂട്ടം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നേ. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി അന്വേഷിക്കണം. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? മകൾ ഇതാ ഇവിടെ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നു. ഇപ്പൊ അവള് സന്തോഷത്തിലാണ്. അവള് കുറച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. മകൾ എന്തായി കാണാനാണ് ആഗ്രഹം? അവള് ടീച്ചറായിട്ട് കാണണമെന്ന് ആഗ്രഹം. ടീച്ചറായിട്ട് കാണാൻ. വിൽസിയുടെ ആഗ്രഹം തന്നെയാണോ? ടീച്ചറാവാൻ തന്നെയാണ്. ബി.എഡ് കഴിഞ്ഞതാണ് ഓൾറെഡി. ഓക്കെ. അപ്പം മകളുടെ ആഗ്രഹം തന്നെ, അമ്മയുടെ ആഗ്രഹം തന്നെ. പപ്പായ്ക്കും അങ്ങനെ തന്നെയാണോ? അതെ. അപ്പം 3 പേരും ഒരുമിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിലെ ഒരു നല്ല ടീച്ചർ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ ആ കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അല്ലേ? പ്രാർത്ഥിക്കാം. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള രണ്ടാമത്തെ ചോദ്യം. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. റൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. റൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? റൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. റൂത്തിന്റെ അമ്മായിമ്മ നവോമി. റൂത്തിന്റെ അമ്മായിയമ്മ നവോമി. കമ്പ്യൂട്ടർ പ്ലീസ്. നവോമി ഇസ് ദ റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം ലാസ്റ്റ് മൊമെന്റിലാണ്. റൂത്ത് 1:21 ഈ ഭാഗം പറയുന്നത്. ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലൊരു ബന്ധം എങ്ങനെയായിരുന്നു? വളരെ സ്നേഹത്തിലായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം റൂത്തിനോട് പറയുന്നുണ്ട്, നീ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ
അമ്മായിമ്മേനെ വിട്ട് ഒരിക്കലും റൂത്ത് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞിട്ട് റൂത്ത് അമ്മായിമ്മയുടെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയണത്. വളരെ ഉദാത്തമായ ഒരു അമ്മായിയമ്മ മരുമകൾ ബന്ധം അല്ലേ? കേൾക്കാൻ നമുക്ക് വളരെ സുഖമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് വിൽസിയുടെ സ്കോറിലേക്ക് പോകാം. ആദ്യത്തെ 2 ചോദ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിനും വിൽസി വർഗീസ് നൽകിയ ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റിനും വിൽസി വർഗീസിന് ലഭിക്കുന്നു 10 points. 10 points അഗൈൻ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിൽസിയുടെ ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റുള്ള ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടണം. ഒന്ന് പറയൂ. എന്റെ പേര് അൽഫോൻസ. വിൽസിയുടെ അമ്മയുടെ അനിയത്തി അമ്മയാണ്. വീട് കല്ലേറ്റുംകര. എവിടെയാണ്? കല്ലേറ്റുംകര. കല്ലേറ്റിൻകര. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അമ്മയുടെ നേരെ ഇളയാളാണോ? അല്ല, 2 ബ്രദർമാര് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി കഴിഞ്ഞിട്ട് താഴെ. നിങ്ങൾ എത്ര പേരാണ് ഫാമിലി? 5 പേര്. 5 പേര്. ഓക്കെ. കൂടെ വന്നിരിക്കുന്ന ആരാണ്? മകനാണ്. ഓക്കെ. അപ്പം ഹൗസ് വൈഫായിട്ട് ചെയ്യുന്നു. വേറെ ചേച്ചിയെ തയ്യൽ അതിലൊന്നും സഹായിക്കാനൊന്നുമില്ല? തയ്യലിൽ സഹായിക്കാറുണ്ട്. സഹായിക്കാറുണ്ട്. അടുത്താണോ നിങ്ങൾ താമസം? അല്ല, ഞങ്ങളുടെ വീട് കല്ലേറ്റുംകര. ഓക്കെ. ഞങ്ങളുടെ വീട് കല്ലേറ്റുംകര. കൂടെ വന്നിരിക്കുന്ന മോൻ ഒന്ന് കൊടുക്കൂ. എന്റെ പേര് ജോസഫ്. ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി ചെയ്യുന്നു. എവിടെ? ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ. ഓക്കെ. സെക്കൻഡ് ഇയർ ഡിഗ്രി. അപ്പൊ ഏറെക്കുറെ നിങ്ങൾ അടുത്തടുത്ത കസിൻസ് ആണ്, പ്രായക്കാരാണ് അല്ലേ? അല്ല, ഞാൻ ഡിഗ്രിയാണ്. അവള് ചേച്ചി PG ആണല്ലോ. PG ഫസ്റ്റ് ഇയർ അല്ലേ? മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. അപ്പം വളരെ അടുത്തല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ശരിയല്ലേ? എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? കോളേജ് നല്ല. അവിടെ ഞാൻ മിക്സഡ് കോളേജാണ്. CMI ഫാദേഴ്സ് ആണ് റൺ ചെയ്യുന്നത്. കോളേജ് വളരെ സ്പോർട്സിനായാലും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കോളേജാണ്. പഠിക്കാൻ വളരെയധികം നല്ലൊരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അത് ഓട്ടോണോമസ് ആയ ഒരു കോളേജും കൂടിയാണ്. ഓക്കെ. അവിടെ സ്പോർട്സിലൊക്കെ ഉണ്ടോ? സ്പോർട്സ് ഐറ്റം? ഞാൻ സ്പോർട്സിലൊന്നുമില്ല. പിന്നെ എന്തിലാണ് താല്പര്യം? പ്രത്യേകിച്ച് അങ്ങനെ സ്പോർട്സിലൊന്നും താല്പര്യമില്ല. ആർട്സിലും താല്പര്യമില്ല. പഠനം കുഴപ്പമില്ല. ഞാൻ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണല്ലേ? കോളേജിലെ എന്താണ് പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ? ഇവിടെ ഒരു ടീച്ചറാണ് ഇരിക്കുന്നത്. എന്താണ് മോന്റെ പ്ലാൻ? ഞാൻ കോളേജിൽ ലെക്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് ഇഷ്ടമുള്ള വിഷയം ഫിസിക്സ് തന്നെയാണ് ഞാൻ ഡിഗ്രിക്കായിട്ട് എടുത്തിരിക്കുന്നത്. PGക്ക് IIT-ലോ കുസാറ്റിലൊക്കെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ അവിടെ എൻട്രൻസിലൂടെ സീറ്റ് ലഭിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം സ്പോർട്സ് ഇല്ല, ആർട്സ് ഇല്ല, സ്ട്രൈറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഹാർഡ് വർക്ക് ചെയ്യൂ. തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അല്ലേ? അതെ. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യൂ. അതെ. എല്ലാ ആശംസകളും. താങ്ക് യു. ഭാവിയിലെ നല്ല 2 ടീച്ചേഴ്സ്. ആശംസകൾ. വീണ്ടും പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള 3ാമത്തെ ചോദ്യം. മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം യേശു എവിടേക്ക് പോയി എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം യേശു എവിടേക്ക് പോയി എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ഗോൾഡൻ റൗണ്ടിൽ 3ാമത്തെ ചോദ്യം. ലൈഫ് ലൈൻ. ആൻസർ അറിയില്ല. പോകാം. റെഡിയല്ലേ? മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം യേശു എവിടേക്ക് പോയി എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ഗലീലിയിലേക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഗലീലിയിലേക്ക്. റൈറ്റ് ആൻസർ. അഗൈൻ ഗോൾഡൻ റൗണ്ടിൽ 3ാമത്തെ ചോദ്യം. ലൂക്ക 4:14.
അല്ലേ? ആ ഭാഗം ഒന്ന് വായിക്കാമോ? യേശു ആത്മാവിന്റെ ശക്തിയോടെ കൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് വിൽസി വർഗീസ് ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റിന് വിൽസി വർഗീസ് ലഭിക്കുന്ന സ്കോർ 5 points. ഗോൾഡൻ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിൻസിയുടെ ചർച്ച്, വികാരി അച്ഛൻ, ചർച്ചിലെ പ്രവർത്തനങ്ങൾ ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഇരിഞ്ഞാൽക്കുട ഇടവകയാണ്. അതൊരു കത്തീഡ്രൽ ചർച്ചാണ്. ഫാദർ ജോയ് കടമ്പാട്ടാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ. ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ കുട്ടികൾക്കായിട്ടൊരു കുടുംബസമ്മേളനം നടത്തുന്നുണ്ട്. കുടുംബസമ്മേളനം മുതിർന്നവർക്ക് കുടുംബസമ്മേളനം നടത്തുന്നത് പോലെ തന്നെ കുട്ടികൾക്കും ഒരു കുടുംബസമ്മേളനം നടത്തുന്നുണ്ട്. അതിന്റെ ആനിമേറ്റർ ആയിട്ട് 2 വർഷം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒത്തിരി നല്ല ഒരു അനുഭവം ഉണ്ടാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ കുടുംബസമ്മേളനം. കുട്ടികളെ വചനം പഠിപ്പിക്കുക, ഏതെങ്കിലും ഒരു ബൈബിൾ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നാടകം ആവിഷ്കരിക്കുക, അതൊക്കെയാണ് കുട്ടികളുടെ കുടുംബസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ലീഡ് ചെയ്തിരുന്നത് വിൽസിയായിരുന്നു. 2 വർഷം. അപ്പൊ അതാണ് ബൈബിളിലേക്കുള്ള പരിചയം കൂടുതൽ, ഇതിങ്ങനെ ആൻസർ ചെയ്ത് പോകാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ബൈബിള് വായിക്കാനും പഠിക്കാനും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്റെ അമ്മയാണ്. അമ്മ ഇപ്പോഴും എന്നോട് ബൈബിള് വായിക്കുക, പഠിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ. കനാൻദേശത്തിന്റെ ഇതിന് മുമ്പിലത്തെ എപ്പിസോഡുകൾ കാണാറുണ്ടായിരുന്നു. സീസൺ 1 കാണാറുണ്ട്. അപ്പൊ അമ്മ പറയുമായിരുന്നു ഇതിലേക്ക് വരണം, ഇതിലേക്ക് മത്സരിക്കണമെന്നൊരു അങ്ങനെ വിചാരിച്ചിരുന്നില്ല. വളരെ അത്ഭുതകരമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഗുഡ്നസ് ചാനൽ കിട്ടുമായിരുന്നില്ലേ ഞങ്ങളുടെ കേബിൾ വിഷനിലൂടെ. ആദ്യമായിട്ട് ഗുഡ്നസ് കിട്ടി അന്ന് ആദ്യമായിട്ട് കണ്ടത് കാനന്ദേശൻ സീസൺ 1 ഒരു ബെസ്റ്റ് ഓഫ് കാനന്ദേശൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതായിരുന്നു ആദ്യമായിട്ട് കണ്ടത്. കണ്ടതിന്റെ ഇടയിൽ അത് പ്രേക്ഷകർക്കുള്ള ചോദ്യമാണെന്ന് കരുതിയിട്ടാണ് മെസ്സേജ് അയച്ചത്. 5 ദിവസത്തിന് ശേഷം വിളിച്ചു, കാനന്ദേശൻ പ്രോഗ്രാമിന് വിളിക്കാനെന്ന് പറഞ്ഞു. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രോഗ്രാമിന്, അതിൽ 3 ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രോഗ്രാമിന് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞു. അന്ന് വളരെ വലിയൊരു അത്ഭുതമാണ് തോന്നിയത്. ഇങ്ങനെ ഒരു ഗുഡ്നസ് ചാനല് പറ്റി കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ, ഈശോ കാണിച്ച കരുണയാണ് എന്നെ ഇവിടെ ഇരുത്തിയത് എന്ന് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ചർച്ചില് കുട്ടികൾക്ക് ഒത്തിരി മതപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടികളുമായിട്ടുള്ള സഹവാസമുണ്ട്. ഇന്നത്തെ കുട്ടികൾ തമ്മിൽ, അയൽവക്കത്തെ വീട്ടിലെ കുട്ടികൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ കുടുംബസമ്മേളനം വെക്കുക വഴി എല്ലാ കുട്ടികളും തമ്മിലൊരു യോജിപ്പ്, ഒരു ഇഷ്ടം. അവിടെ എന്താണ് ഈ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് അവര് തമ്മിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടണം. കുടുംബസമ്മേളനം നടക്കണം അതേ വീട്ടിൽ തന്നെ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഗെയിംസ്, വചനം പഠിക്കുക, അങ്ങനെയൊക്കെ നടത്തും. എല്ലാവരുടെ കൂടിയുള്ള ആക്ടിവിറ്റീസ്. അങ്ങനെ ആകുമ്പോൾ തമ്മിലൊരു മിംഗ്ലിംഗ് ഉണ്ടാവും. കുട്ടികൾ തമ്മിൽ വളരെയധികം സഹകരിക്കാനുള്ള ഒരു മനോഭാവം കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള 4ാമത്തെ ചോദ്യം. എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. ഏത് നഗരത്തെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. ഏത് നഗരത്തെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഗോൾഡൻ റൗണ്ടിൽ ഫൈനൽ ക്വസ്റ്റ്യൻ. ലൈഫ് ലൈൻ. പോകാം. ഏത് നഗരത്തെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ.
ടൈം ഔട്ട്. എത്തിയിരുന്നോ അവിടെ? ഇല്ല. ചോദിക്കാം നമുക്ക് കമ്പ്യൂട്ടറോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ബാബിലോൺ ഇസ് ദ റൈറ്റ് ആൻസർ. വെളിപാട് 18:4 ഈ ഭാഗം പറയുന്നത്. ഒന്ന് വായിച്ചാലോ നമുക്ക്? സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കുമ്പാരം കൂട്ടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ബാബിലോണിന്റെ പതനം എന്നാണ്, അല്ലേ? ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ചോദിച്ചു നോക്കാം വിൽസിയുടെ സ്കോർ പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഫോർ ദി ഗോൾഡൻ ക്വസ്റ്റ്യൻ വിൽസി വർഗീസിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്. ഗോൾഡൻ റൗണ്ടിൽ വിൽസി വർഗീസിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ് 25 പോയിന്റ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്. ഇതുവരെയുള്ള വിൽസി വർഗീസിന്റെ പോയിന്റ് നില 75 പോയിന്റ്. ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കനാൻഡേഷൻ സീസൺ 2 പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ ഫെയ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ചോദ്യം ഒരിക്കൽ കൂടി. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. സോ ഗോൾഡൻ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. കനാൻഡേശം സീസൺ 2 അടുത്ത റൗണ്ടിലേക്ക് പോകാം. കനാൻഡേശം സീസൺ 2 ദ ഫൈനൽ റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് അറിയാമല്ലോ, പേരിൽ തന്നെ അതിന്റെ വില അറിയാം. 4 ചോദ്യങ്ങൾ തന്നെ. കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കളുടെ സഹായം തേടാം. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റാണ് ലഭിക്കുക. മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാം. ഈ 4 ചോദ്യങ്ങളും എന്ന് തീരുമാനിക്കുന്നിടത്ത് ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. ഡയറക്റ്റ് ആയിട്ട് പോകാം. അത് തന്നെ തീരുമാനിച്ചു. ഓക്കെ. ടോട്ടൽ 300 പോയിന്റ്സ് സ്കോർ ചെയ്യാവുന്ന റൗണ്ടാണിത്. റെഡിയാണല്ലോ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കനാൻഡേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള ആദ്യത്തെ ചോദ്യം. ദമാസ്കസിന് സമീപത്ത് വെച്ച് ആകാശത്തിൽ നിന്ന് മിന്നലൊളി പതിച്ച് അന്ധനായി തീർന്ന വ്യക്തി ആരാണ്? ശ്രദ്ധിക്കാം. ദമാസ്കസിന് സമീപത്ത് വെച്ച് ആകാശത്തിൽ നിന്ന് മിന്നലൊളി പതിച്ച് അന്ധനായി തീർന്ന വ്യക്തി ആരാണ്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ വിൽസി തീരുമാനിച്ചു കഴിഞ്ഞു. നോ അതർ ചോയ്സ്. ആലോചിച്ച് നോക്കൂ. ഡയമണ്ട് റൗണ്ടിൽ നോ ക്ലൂസ്. seconds remaining. ആലോചിക്കാം. കോൺസെൻട്രേറ്റ്. സോറി വിൽസി, ടൈം ഔട്ട്. ചോദിക്കാം. റൈറ്റ് ആൻസർ അറിയണ്ടേ? കമ്പ്യൂട്ടർ പ്ലീസ്. സാവുൾ, പൗലോസ് അല്ലേ? ആകാശത്തിൽ നിന്ന് മിന്നലൊളി പതിച്ച് അന്ധനായി തീർന്ന വ്യക്തി. അത് ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലുണ്ട്. 9-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മനസ്സിൽ വന്നേയില്ല സാവുൾ എന്നൊരു ഭാഗം. എനിഹൗ, ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽസി വർഗീസിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ഈ ക്വസ്റ്റ്യന്
നോ പോയിന്റ്സ്. ഒരുപക്ഷെ ഇത് ഡയമണ്ട് റൗണ്ടിൽ സ്ട്രെയിറ്റ് പോകാം എന്ന് തീരുമാനിച്ചിരുന്നില്ല, ഫാമിലിയുടെ സഹായം ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അവർക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നോ? അറിയാമായിരുന്നു ഈ ആൻസർ? അറിയാമായിരുന്നു. ആർക്കറിയാമായിരുന്നു? എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്ങനെ? സിമ്പിൾ ചോദ്യമായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് വിൽസിക്ക് അത് വളരെ ടഫായിരുന്നു. എനിഹൗ, ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ലൈഫ് ലൈൻ യൂസ് ചെയ്യാൻ തീരുമാനിക്കാതിരുന്നത് നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും അതിലും സ്കോർ ചെയ്യാൻ അവസരമുണ്ട്. ഒരിക്കലും നഷ്ടമല്ല. റൈറ്റ് ചോയ്സ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള രണ്ടാമത്തെ ചോദ്യം. ഭൂമിയിൽ വെള്ളപ്പൊക്കം നിലച്ചു എന്നതിന്റെ തെളിവായി പ്രാവ് നോഹയുടെ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? ചോദ്യം ശ്രദ്ധിക്കാം. ഭൂമിയിൽ വെള്ളപ്പൊക്കം നിലച്ചു എന്നതിന്റെ തെളിവായി പ്രാവ് നോഹയുടെ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? ഒലിവിന്റെ ഇല. ഉറപ്പാണോ? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം മിസ്സായി. രണ്ടാമത്തെ ചോദ്യമാണ്. ഉറപ്പല്ലേ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഒലിവില ദ റൈറ്റ് ആൻസർ. ഉൽപ്പത്തി 8:11 ഈ ഭാഗം അല്ലേ? ആ ഭാഗം നമ്മളിങ്ങനെ മനസ്സിൽ കാണുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു അല്ലേ ആ പേടകം എത്ര നാളാണ് ആ പേടകത്തിൽ കഴിച്ചുകൂട്ടിയത്? 150 ദിവസം. എന്നിട്ട് ലാസ്റ്റ് അറാറത്ത് പർവ്വതത്തില് പോയി ആ പേടകം പോയി നിൽക്കുന്നുണ്ട്. ആദ്യം ഒരു മലങ്കാക്കയെ വിടുന്നുണ്ട്. മലങ്കാക്ക തിരിച്ചു വരുന്നില്ല, പോയി. പിന്നീട് രണ്ടാമത് പ്രാവിനെ വിടുന്നു. പ്രാവ് ഒരു ഒലിവിലയായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷം അല്ലേ? അങ്ങനെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ അതൊക്കെ? ഇല്ല. ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്, അതിന്റെ അത്ര വളരെ വിശദമായിട്ട് അത് വരച്ചു കാണിക്കുന്ന, കണ്ടിട്ടില്ല. നമുക്ക് കാണാവുന്ന. ഓക്കെ, കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്കോറിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൗണ്ടിൽ. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് വിൽസി വർഗീസ് ഗിവ് us the right answer. So വിൽസി വർഗീസ് ലഭിക്കുന്നു 20 points. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള മൂന്നാമത്തെ ചോദ്യം. എഫാത്ത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കാം. എഫാത്ത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. തുറക്കപ്പെടട്ടെ അതല്ലേ പറഞ്ഞത്? അതെ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തുറക്കപ്പെടട്ടെ. റൈറ്റ് ആൻസർ. മർക്കോസ് 7:34. ഈ ഭാഗം ഒന്ന് പറയാൻ പറ്റുമോ? എവിടെയാണത്? ഇതാരാണ് പറഞ്ഞത്? യേശു ബദ്രനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യേശുവിന്റെ കൈവിരലുകള് ബദ്രന്റെ ചെവികളിൽ ഇട്ടിട്ട് പറയുന്ന വാക്കാണ്. കൈവിരലുകൾ ചെവിയിലിട്ടു, തുപ്പൽ അവന്റെ നാവിൽ തേച്ചു, എന്നിട്ട് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് ഈശോ പറയുകയാണ് എഫാത്ത. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു കേട്ടാലോ? വായിക്കാം. മർക്കോസ് 7:34. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവന്റെ ചെവികളിൽ വിരൽ വിട്ടു, തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പ് കൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം. അപ്പോൾ ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ചോദിക്കാം ഷാലറ്റിനോട് പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിനും വിൽസി വർഗീസ് നൽകിയ ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റിന് വിൽസി വർഗീസിന് ലഭിക്കുന്നു 40 points. 40 points. സന്തോഷമായില്ലേ? ഡയമണ്ട് റൗണ്ടിൽ ഇനി ഒരു ചോദ്യം കൂടി മാത്രം, ഈ എപ്പിസോഡിലെ ഫൈനൽ ക്വസ്റ്റിന്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു MSc സുവോളജി സ്റ്റുഡന്റ് അല്ലേ?
കാനാൻ ദേശം സീസൺ 2 പറ്റിയും സീസൺ 1 പറ്റിയും ഒക്കെയുള്ള കാനാൻ ദേശത്തെ പറ്റിയുള്ള അഭിപ്രായം? കാനാൻ ദേശം സീസൺ 1 കുറച്ചും കൂടി എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു തോന്നുന്നു. സീസൺ 2 കുറച്ചും കൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കണേന്ന് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടി രസകരമായിട്ട് മുന്നോട്ട് പോകുന്നത് കാനാൻ ദേശം സീസൺ 2 ആണ്. ക്വസ്റ്റ്യനുകളുടെ വൈവിധ്യം കൊണ്ടാണ്, റൗണ്ടുകളുടെ വൈവിധ്യം കൊണ്ട് കുറച്ചും കൂടി. ഏതായാലും സീസൺ 2 വന്നു. നമുക്ക് ഫൈനൽ ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള 4ാമത്തെ ചോദ്യം. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. യേശു പ്രവർത്തിച്ച ഏത് അത്ഭുതം കണ്ടിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. യേശു പ്രവർത്തിച്ച ഏത് അത്ഭുതം കണ്ടിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സമയമുണ്ട്, ആലോചിച്ച് പറയാം. ഏത് അത്ഭുതമായിരിക്കും? പറഞ്ഞു നോക്കൂ. അവിടെയാണോ? ചോദിക്കട്ടെ. 16 സെക്കൻഡുകൾ കൂടിയുണ്ട്. ഖനായിലെ കല്യാണത്തിൽ തന്നെ നിൽക്കുകയാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. 5 അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം. വേറെ അത്ഭുതങ്ങൾ ഒന്നും മനസ്സിൽ വന്നില്ല. ഖനായിലെ കല്യാണം ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ അത്ഭുതം. യോഹന്നാൻ 6:14 ഭാഗം. ഡയമണ്ട് റൗണ്ടിൽ ലാസ്റ്റ് ചോദ്യം മിസ്സായിരിക്കുകയാണ്. ഡയമണ്ട് റൗണ്ടിലെയും ഈ എപ്പിസോഡിലെയും വിൽസിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. അൺഫോർച്ചുനേറ്റ്ലി ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റിന് വിൽസി വർഗീസ് നൽകിയ ഉത്തരം തെറ്റായിരുന്നു. സോ ഈ ക്വസ്റ്റിന് വിൽസി വർഗീസിന് നോ പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 60 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ 25 points. And the grand total is 135 points. And congrats, Vilsi Varghese. പന്ത്രണ്ട് ചോദ്യങ്ങൾ, 3 റൗണ്ടുകൾ. കാനാൻ ദേശം സീസൺ 2 പ്രേക്ഷകരായ നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ ഫീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ചോദ്യം ഒരിക്കൽ കൂടി. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെ വാക്കുകളാണിവ? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. 135 points out of 400. സന്തോഷമാണോ? സന്തോഷമാണ്. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചാണോ വന്നത്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം തെറ്റിയതിൽ വിഷമമുണ്ട്. ലാസ്റ്റ് ചോദ്യവും തെറ്റിയിരുന്നു, അതിലും വിഷമമുണ്ട്. ബട്ട് ഫസ്റ്റ് റൗണ്ടിൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എവിടെയോ ഒരു കുറച്ച് കുഴപ്പമില്ല. ആഫ്റ്റർ ഓൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ ചെയറിൽ വന്നിരുന്ന് ഇത്രയും നേരം വളരെ നല്ല ഒരു മത്സരം കാഴ്ചവെച്ച വിൽസിക്ക് വീണ്ടും കൺഗ്രാറ്റ്സ്. കാനാൻ ദേശം സീസൺ 2 നൽകുന്ന, സ്നേഹത്തോടെ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റും മൊമെന്റോയും ഉണ്ട്. വാങ്ങിക്കാം. റെഡി? ശരിയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്ന വിൽസി വർഗീസുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്.
വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ എത്തുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും ഞാൻ ഓർക്കുന്നത് അതായത് 2013 ജൂലൈ 3 സെന്റ് തോമസ് ഡേയുടെ ദിവസമായിരുന്നു എന്റെ മോളുടെ ജനനം. അതൊരു ഓപ്പറേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾ അന്ന് മോളുടെ ഡേറ്റ് ആയിരുന്നില്ല, ജൂലൈ ലാസ്റ്റ് ആയിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതായിരുന്നു ജൂലൈ 2-ാം തീയതി. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഗർഭപാത്രത്തിൽ വെള്ളം കുറവാണ്, കുട്ടിയുടെ അവസ്ഥ അപകടത്തിലായി, കുട്ടികൾക്ക് ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ട് വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ജൂലൈ 3 സെന്റ് തോമസ് ഡേയുടെ അന്ന് മോള് ജനിച്ചു. എല്ലാം ഞാൻ നശിപ്പിച്ചു. 1 രൂപ പോലും എന്റെ കീശയിലില്ല. അവസാനമാണ് എന്റെ അച്ഛനമ്മയും പറഞ്ഞത്, നീ ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് നീ മരിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് എനിക്കൊരു വല്ലാതെ വേദന. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ അഞ്ജലിക്കുള്ള ആദ്യത്തെ ചോദ്യം. ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ ഏതു നദിയിൽ എറിഞ്ഞു കളയാനാണ് ഫറവോ കൽപ്പിച്ചത്? ഡയമണ്ട് റൗണ്ടാണ്. ഓരോ ചോദ്യവും വിലയേറിയതാണ്. നൈൽ നദിയിൽ. നൈൽ നദിയിൽ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അറിയാം. കോൺഫിഡന്റ് ആണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.